അങ്ങനെയൊന്നുമില്ല. പാർട്ടി പലപ്പോഴും എനിക്ക് പാർട്ടി പോസ്റ്റുകൾ തന്ന് എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. മത്സര രംഗത്ത് അധികമായി വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് പക്ഷേ അതൊരു വലിയ പ്രയാസമായിട്ട് ഞാൻ കാണുന്നില്ല. പാർട്ടി മത്സരിക്കാൻ അവസരം തരുമ്പോൾ മത്സരിക്കുന്നു, അല്ലാത്തപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതാണ് കഴിഞ്ഞ 35 വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. UDF ജയിക്കുക എന്നത് മാത്രമാണിപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി എൻ്റെ അകത്ത് പ്രവർത്തിക്കുകയാണ്. AICC അംഗവും KPCC ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസ് ഉൾപ്പെടെയുള്ള വനിതകളെ മുൻനിർത്തിയാണ് ഇക്കുറി UDF കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി എന്നുള്ളത് നേതാക്കൾ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നമ്മളിപ്പോൾ ഇപ്പോൾ ദീപ്തി മേരി വർഗീസ് ചേരുകയാണ്. അങ്ങനെ കൊച്ചി കോർപ്പറേഷനിലേക്ക് മത്സരിക്കുകയാണല്ലേ? അതെ അതെ അതെ. ഇക്കുറി വനിതകളെ മുൻനിർത്തിയാണ് UDF നേതൃത്വം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥി പട്ടികയൊക്കെ പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരിക്കുന്നത്. വലിയ പ്രതീക്ഷ തന്നെയാണോ? തീർച്ചയായിട്ടും. കാരണം കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം, LDFൻ്റെ ഭരണം, അത് വികസന പ്രവർത്തനങ്ങളില്ലാത്ത, പുതിയ പദ്ധതികളില്ലാത്ത ഒരു ഭരണമായിരുന്നു എന്നതിലുപരിയായിട്ട് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ പ്രതിസന്ധി ഉണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ സാധാരണ ജനങ്ങൾക്ക്, കൊച്ചിയിലെ സാധാരണ ജനങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയ ഒരു ഭരണസമിതി UDFൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാവണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. എല്ലാം നല്ല സ്ഥാനാർത്ഥികളാണ്, ഇനിയും പ്രഖ്യാപിക്കാനുണ്ട്. അവരും വളരെ മികച്ച സ്ഥാനാർത്ഥികളായിരിക്കും. വനിതകൾക്ക് കൂടുതൽ പ്രാധാന്യം ഇപ്രാവശ്യം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ പോസിറ്റീവായിട്ടും ആകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഒരുപാട് പറഞ്ഞു കേട്ട കാര്യമാണ്. സ്ഥാനം ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അർഹതയുള്ള ഒരാളായിരുന്നു, പലപ്പോഴും പല കാരണങ്ങളാൽ തഴയപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള ഒരു വർത്തമാനങ്ങളും വാർത്തകളും ഒക്കെ പുറത്തു വന്നിരുന്നു. അങ്ങനെ എന്തെങ്കിലും വൈകിപ്പോയി ഈ സ്ഥാനാർത്ഥിത്വം എന്നൊക്കെ തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. പാർട്ടി പലപ്പോഴും എനിക്ക് പാർട്ടി പോസ്റ്റുകൾ തന്ന് എന്നെ അംഗീകരിച്ചിട്ടുണ്ട്. മത്സര രംഗത്ത് അധികമായി വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അത് പക്ഷേ അതൊരു വലിയ പ്രയാസമായിട്ട് ഞാൻ കാണുന്നില്ല. പാർട്ടി മത്സരിക്കാൻ അവസരം തരുമ്പോൾ മത്സരിക്കുന്നു, അല്ലാത്തപ്പോൾ പാർട്ടി പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതാണ് കഴിഞ്ഞ 35 വർഷമായി ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. UDF ജയിക്കുക എന്നത് മാത്രമാണിപ്പോൾ എല്ലാവരുടെയും ലക്ഷ്യം. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി എൻ്റെ അകത്ത് പ്രവർത്തിക്കുകയാണ്. കഴിഞ്ഞ തവണ ഭരണം നഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം UDFിൽ അല്ലെങ്കിൽ കോൺഗ്രസിൽ പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങളായിരുന്നു. ഇക്കുറി അതെല്ലാം ഇല്ലാതെ തന്നെ ഒത്തൊരുമയോടി പോകാനുള്ള ഒരു ക്രമീകരണങ്ങൾ പ്രതീക്ഷിക്കാമോ? ഇപ്പോൾ കൊച്ചി നഗരസഭയുടെ ചാർജ് ഏറ്റെടുത്തിരിക്കുന്നത് ആദരണീയനായ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനാണ്. അദ്ദേഹം ഇലക്ഷൻ ലീഡ് ചെയ്യാൻ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ് എന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ട്. കൊച്ചി നഗരസഭയെ സംബന്ധിച്ച് നല്ല സ്ഥാനാർത്ഥികളുണ്ട്. അദ്ദേഹത്തിൻ്റെ ശക്തമായ നേതൃത്വത്തിൽ മറ്റുള്ള എല്ലാവരുടെയും എല്ലാ നേതാക്കളുമുണ്ട്. അദ്ദേഹം എല്ലാവരെയും കൂട്ടായി ഒരു ടീമായി തന്നെയാണ് നിർത്തുന്നത്. UDF ടീം എന്നാണ് അദ്ദേഹം പറഞ്ഞത് തന്നെ. അപ്പോൾ ഞങ്ങളെല്ലാവരും ടീമായി നിന്ന് പ്രവർത്തിക്കുകയാണ്. അതിന് നേതൃത്വം പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ട് വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. തീർച്ചയായും മേയർ സ്ഥാനത്തേക്കൊക്കെ പരിഗണിക്കപ്പെട്ട പേരുകളിൽ ആദ്യം ഉയർന്നു വന്ന ഒരു പേര് കൂടിയാണ് താങ്കളുടേത്. അങ്ങനെ എന്തെങ്കിലും ഒരു ലക്ഷ്യം, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ട്? കോൺഗ്രസിനകത്ത് അങ്ങനെ ഒരു പ്രഖ്യാപിച്ചുകൊണ്ടൊരു മത്സരം, അങ്ങനെ ഒരു രീതിയല്ല. അത് നിയമസഭയിലായാലും കോർപ്പറേഷൻ മറ്റ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലായാലും അങ്ങനെ ഒരു പ്രഖ്യാപനമൊന്നും ഉണ്ടായിട്ടില്ല. അത് പലരും അവരവരുടെ പല രീതിയിലുള്ള വാർത്തകൾ വന്നു എന്നൊഴിച്ചു കഴിഞ്ഞാൽ ഔദ്യോഗികമായിട്ട് അത്തരം കാര്യത്തിലൊക്കെ പിന്നീട് തീരുമാനം ഉണ്ടാവുള്ളൂ. ഭൂരിപക്ഷം ലഭിക്കുക എന്നുള്ളതിലാണ് ഞങ്ങളിപ്പോൾ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനങ്ങൾ അതെന്തായിരിക്കും? ഞങ്ങളെ സംബന്ധിച്ച് കൊച്ചി നഗരം എന്ന് പറയുന്നത്, കൊച്ചി നഗരം 10 വർഷക്കാലം UDFൻ്റെ ഭരണസമിതി ഇരുന്ന ഒരു കാലമുണ്ട്. അതിന് ശേഷമാണ് ഈ 5 വർഷം വരുന്നത്. ആ 10 വർഷക്കാലവും റോഡുകളുടെ വികസനം, അതുപോലെ തന്നെ മാലിന്യ നിവാരണം, ഇത്തരം കാര്യങ്ങളൊക്കെ വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അക്കാലത്ത് വന്ന റോഡുകളാണ് ഇപ്പോഴും വളരെ മികച്ചതായി തന്നെ നിൽക്കുന്നത്. മെട്രോവുമായി ബന്ധപ്പെട്ട് അന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണവും അതോടൊപ്പം തന്നെ ശ്രീ ടോണി ചമ്മണിയുടെ മേയർ എന്നുള്ള നിലയിൽ നേതൃത്വം ഉണ്ടായിരുന്നു. അത് പരമാവധി ഉപയോഗിച്ച ഒരു നഗരമായിരുന്നു കൊച്ചി നഗരം. അതുകൊണ്ട് തന്നെയാണ് കൊച്ചിക്ക് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്ന ഒരു വലിയ പദ്ധതി ലഭ്യമായത്. രാജ്യത്തെ 600ഓളം സിറ്റികൾ പങ്കെടുക്കുമ്പോൾ കൊച്ചി നഗരത്തിന് അത് ലഭിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതൊക്കെ നമ്മളുടെ ഒരു വലിയ പ്രതീക്ഷയാണ്. വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിച്ച്, അതായത് തുരുത്തി ഫ്ലാറ്റ് സമുച്ചയം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് അടക്കം ഉള്ള ആ ഒരു വികസന നേട്ടങ്ങൾ ഉയർത്തി കാണിച്ചാണ് LDF ഇക്കുറി പ്രചരണത്തിനിറങ്ങുന്നത്. മാലിന്യ പ്ലാന്റ് വന്നിട്ടില്ലല്ലോ.
ബ്രഹ്മപുരത്ത് ഇപ്പോഴും ചെന്ന് നോക്കിയാൽ അവിടെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന നമ്മുടെ 76 ഡിവിഷനുകളിൽ നിന്നും കൊണ്ടുപോകുന്ന മാലിന്യം അവിടെ കൂട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ വന്നിട്ടുള്ളത് ഒരു 50 ടണ്ണിൻ്റെ ഒരു ചെറിയൊരു പ്ലാന്റ് വന്നത്, അത് തന്നെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് അവിടെ മാലിന്യ കൂമ്പാരം. അപ്പോൾ അവിടെ അത്തരത്തിൽ മാലിന്യങ്ങൾ മുഴുവൻ നിവാരണം ചെയ്ത് വലിയൊരു ഭംഗിയുള്ള പ്രദേശമാക്കി മാറ്റിയെങ്കിൽ നമ്മളത് അംഗീകരിച്ചു തരാം. അത്തരം ഒരു പ്രവർത്തനം നടന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ BPCLൻ്റെ പദ്ധതി വരും എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ് കൊണ്ടുവരും എന്ന പദ്ധതിയാണ്. അത് കൊച്ചി നഗരസഭയുടെ നേതൃത്വമൊന്നുമല്ല, അതും കൊണ്ടുവന്നിട്ടില്ല. അത് അങ്ങനെ ഒരു വാഗ്ദാനമായി നിൽക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇപ്പോഴും കടമ്പ്രയാർ ഉൾപ്പെടെയുള്ള ആ ബ്രഹ്മപുരത്തിൻ്റെ ചുറ്റുപാടുമുള്ള സാധാരണ ആളുകൾ താമസിക്കുന്ന ചുറ്റുപാടുകൾ മാലിന്യ കൂമ്പാരവും വളരെ വൃത്തികെട്ട ദുർഗന്ധവും വമിക്കുന്ന ഒരു മേഖലയായി തന്നെ നിലനിൽക്കുകയാണ്. ബയോ മൈനിങ്ങിന് ഇവർ കൊടുത്തിരിക്കുന്നത് കോടികൾ മുടക്കിയാണ് ഇപ്പോൾ ബയോ മൈനിങ്ങിന് ഒരു കമ്പനിയെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടായിരുന്നു. ആദ്യം സോണ്ട കമ്പനിയെ കൊണ്ടുവന്നു. 16 കോടി രൂപയ്ക്ക് മുഴുവനായി തീരേണ്ട ബയോ മൈനിങ് ആണ് ഇപ്പോൾ 200 ചില്ലുവാനം കോടി രൂപയുടെ വലിയ കമ്പനികൾക്ക് കൊടുത്തുകൊണ്ട് ഇന്ത്യയിൽ ഒരിടത്തും ഇതേ കമ്പനി തന്നെ മഹാരാഷ്ട്രയിലും മറ്റ് സ്റ്റേറ്റുകളിലും ചെയ്യുന്നുണ്ട്. ഈ റേറ്റിനല്ല ചെയ്യുന്നത്. അപ്പോൾ അതിനോടൊക്കെ ഞങ്ങൾക്ക് വളരെ വിരുദ്ധാഭിപ്രായമുണ്ടായിരുന്നു. ഞങ്ങളുടെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ അഭിപ്രായം അംഗീകരിച്ചിട്ടില്ല. അത് സ്വന്തം ഇഷ്ടപ്രകാരം സർക്കാരുമായി ചേർന്നുകൊണ്ടുള്ള തീരുമാനപ്രകാരമാണ് പോയത്. അത് ഇപ്പോഴും അവിടെ ഒരു പദ്ധതിയും വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. തീർച്ചയായും എന്തായാലും വിവാദങ്ങൾക്കൊന്നും ഇക്കുറി പ്രസക്തി ഉണ്ടാവില്ല. ടീം UDF അത് ഒറ്റക്കെട്ടായിരിക്കുമെന്ന് ദീപ്തി മേരി വർഗീസ് പറയുകയും ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് രാഹുൽ ബിജുവിനൊപ്പം സിജോ വർഗീസ്, മീഡിയ 1.